യഹൂദ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം സംഗീതം അവർ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ ഒരു അനുഭൂതിയുടെ ബഹിർസ്ഫുരണമാണ്. കേവല സംഗീതം എന്നതിനപ്പുറത്ത് അവരുടെ പാട്ടുകളിൽ എല്ലായ്പ്പോഴും ദൈവ സാമീപ്യത്തിൻ്റെ അളവറ്റ ഒരു പ്രചോദനം പാട്ടുകൾ എഴുതാൻ അവരെ പ്രേരിപ്പിച്ചിരുന്നു. തോറ, നെബീം, ഖെത്തുബീം എന്നിങ്ങനെ മൂന്നായി വിഭജിക്കപ്പെട്ടിട്ടുള്ള അവരുടെ കൃതിയാകുന്ന തനാക്ക് എന്ന പഴയ നിയമത്തിൽ അഥവാ യഹൂദ ആത്മീക ഗ്രന്ഥത്തിൽ ഏറ്റവും ഒടുവിലത്തെ ഭാഗമായ ഖെത്തുബീം അഥവാ എഴുത്തുകൾ എന്ന ഭാഗത്താണ് സങ്കീർത്തനങ്ങൾ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സങ്കീർത്തന വിഭജനം പോലും അവർ പണ്ടേ നിർവഹിച്ചതാണ്. ബൈബിളിലെ ഇതര കൃതികളുടെ അധ്യായങ്ങൾ പിൽക്കാലഘട്ടത്തിലാണ് നിർണയിക്കുന്നതെങ്കിൽ സങ്കീർത്തനം മുൻകൂട്ടി തന്നെ അധ്യായങ്ങളായി പദ്ധതിയിട്ട് വേർതിരിച്ചിരുന്നു, അല്ലെങ്കിൽ ഓരോ പാട്ടുകളായി വിഭജിച്ചിരുന്നു എന്നതാകും ശരി. രണ്ടാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു എന്ന് അപ്പോസ്തല പ്രവൃത്തി 13:32 മുതൽ വായിച്ചാൽ മനസ്സിലാകുന്നു. അവിടെ രണ്ടാം സങ്കീർത്തനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പ്രസ്താവിക്കുക വഴി ഈ രണ്ടാം സങ്കീർത്തനം, ഒന്നാം സങ്കീർത്തനം എന്നിങ്ങനെയുള്ള പ്രയോഗങ്ങൾ അക്കാലഘട്ടത്തിലെ ഉണ്ടായിരുന്നു എന്ന് വേണം അനുമാനിക്കാൻ. ഇതൊക്കെ ഞാൻ പൊതുവായി പറഞ്ഞെങ്കിലും നമുക്ക് ഉള്ളടക്കത്തിലേക്ക് നേരെ പ്രവേശിക്കാനാണ് ഇനിയുള്ള അവസരം വേർതിരിക്കുന്നത്. നമുക്ക് 6 വാക്യങ്ങളുള്ള ഒന്നാം സങ്കീർത്തനത്തിലേക്ക് ആദ്യമായി കടക്കാം. ഇത് ദാവീദിൻ്റെ സങ്കീർത്തനം എന്നതാണ്. അതുപോലെ തന്നെ ഈ സങ്കീർത്തനം ആരംഭിക്കുന്നത് ഉൽപ്പത്തി പുസ്തകത്തിന് സമാനമായ ചില പ്രമേയത്തെ ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഒരളവിൽ പറഞ്ഞാൽ ഉൽപ്പത്തിയിൽ കാണുന്ന കാഴ്ചകളുടെയും വെളിപ്പാടിൽ പര്യവസാനിക്കുന്ന അവിടുന്ന് പുനർനിർമ്മിക്കപ്പെടുന്ന മനുഷ്യരാശിയുടെയും ചരിത്രത്തിൻ്റെ 2 ധ്രുവങ്ങളെ ഒരുപോലെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ഭാഗമാണ് ഈ സങ്കീർത്തനം എന്ന് പറയുന്നത്. ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ കാരണങ്ങളിലേക്ക് പോകാം. ഇതെന്താണ് പറയുന്നത്? ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുത്, പാപിയുടെ വഴി നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. എന്നിട്ട് നേരെ ഘടകവിപരീതമായി എന്താകണം എന്ന് പഠിപ്പിക്കുകയാണ്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവിടുത്തെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. പ്രിയപ്പെട്ടവരെ, എന്താണ് ഇവിടെ കാണുന്നത്? യഹൂദ ന്യായപ്രമാണത്തിൻ്റെ പ്രത്യേകത 613 നിയമങ്ങളുടെ സമാഹാരമാണത്. 365 നിങ്ങൾ എന്ത് ചെയ്യരുത് എന്ന് പറയുകയാണ്. അരുത് 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 എന്ന് പറയുന്ന അരുതായ്മകളുടെ 365 പ്രമാണങ്ങളും എന്തു ചെയ്യണം എന്ന് പറയുന്ന 248 പ്രമാണങ്ങളും ചേർന്ന് 613 ന്യായപ്രമാണം നിലകൊള്ളുന്നു. ഏതാണ്ട് അതേ സംഭവം ഇവിടെ ആവർത്തിക്കുകയാണ്. അരുത് നിങ്ങൾ. ഒന്നാമതായി, ദുഷ്ടൻ്റെ ആലോചന അനുസരിച്ച് നടക്കരുത്. 2, പാപികളുടെ വഴിയിൽ നിൽക്കരുത്, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. നേരെ വിപരീതം പറയാണ്. പകരം നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ഭാഗ്യവാൻ. ഒരുപക്ഷെ ഈ ഒരു വാക്യമാകും നമ്മുടെ ഇന്നത്തെ ചിന്തയിൽ വിശകലനം ചെയ്യാൻ സാധിക്കുകയുള്ളൂ. പ്രിയരെ, നിയമം നമുക്ക് ചുറ്റുമുണ്ട്. സമൂഹത്തിൻ്റെ സുസ്ഥിരമായ മുന്നേറ്റങ്ങൾക്ക്, സമൂഹത്തിൻ്റെ മനോഹരമായ നിലനിൽപ്പിന് ഏറ്റവും അനിവാര്യമാണ് നിയമം. നിയമമില്ലാത്ത ഇടത്ത് അരാജകത്വം തലപൊക്കും. അരാജകത്വം പതനത്തിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കും. അതുകൊണ്ട് നിയമം ഒരനിവാര്യതയാണ്. പക്ഷേ ആരാണ് നിയമത്തെ സ്നേഹിച്ച് അത് ചെയ്യുന്നത്? ഹെൽമറ്റ് വെക്കണം, അത് നിയമമാണ്. റോഡിൻ്റെ ഇടതുവശം ചേർന്ന് യാത്ര ചെയ്യണം, അത് നിയമമാണ്. ഇങ്ങനെയുള്ള പാൻഡമിക് സിറ്റുവേഷനിൽ നിങ്ങൾ മാസ്ക് അണിയണം, അത് നിയമമാണ്. നമുക്ക് വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കണം, അത് നിയമമാണ്. പക്ഷേ ഈ നിയമം സന്തോഷചിത്തരായി ആരെങ്കിലും ചെയ്യാറുണ്ടോ? എന്ത് സന്തോഷമാണ് ആ നിയമം അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് ലഭിക്കുക? മറിച്ച് സാങ്കേതികതത്വത്തിലൂന്നി നമ്മൾ ആ നിയമത്തെ അനുസരിക്കാൻ ബാധ്യസ്ഥരാകുന്നു. ധാർമ്മികമായ ഒരു ബോധം
നമ്മെക്കൊണ്ട് ചിലപ്പോൾ അത് ചെയ്യിക്കാറുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ധാർമ്മികത എന്നതിനപ്പുറത്ത് ചിലതരം അനിവാര്യതകൾ, നിയമത്തെക്കുറിച്ചുള്ള ഭയം, നമുക്ക് ശിക്ഷ ലഭിക്കുന്നതിനെക്കുറിച്ചുള്ള നിരാശ, ഇതൊക്കെ നിമിത്തം നമ്മളൊക്കെ നിയമം പാലിച്ചു പോകുന്നുണ്ട്. പക്ഷേ അങ്ങനെ നിയമം പാലിക്കുക വഴി നിങ്ങൾക്കൊരു പ്രയോജനവും ഉണ്ടാകുകയില്ല. എക്സാമ്പിൾ, മാസ്ക് ധരിക്കാതെ യാത്ര ചെയ്തു. ഇപ്പോൾ നിങ്ങളെ തേടി ഒരു ശിക്ഷ കാത്തിരിപ്പുണ്ട്. നിങ്ങൾ മാസ്ക് ധരിച്ച് യാത്ര ചെയ്തു. നിങ്ങൾക്ക് എന്തെങ്കിലും പാരിതോഷികം ഭരണകൂടം തരുമോ? ഒരിക്കലും ഇല്ല. നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട ആ വേഗതയിൽ വാഹനമോടിക്കുക, നിങ്ങൾക്ക് ശിക്ഷയില്ല. അനുവദിക്കപ്പെട്ട വേഗതയ്ക്കധികമെടുത്ത് നിങ്ങൾ വാഹനമോടിക്കുക, ശിക്ഷ ഉറപ്പാണ്. പക്ഷെ നിയമം പാലിച്ച് നിങ്ങൾ വാഹനമോടിച്ചാൽ നിങ്ങൾക്ക് പാരിതോഷികം തരുന്നില്ല. 500 രൂപ നിങ്ങൾക്ക് ഫൈൻ അടിച്ചു നിയമം തെറ്റിച്ചതിന്. എന്നാൽ നിയമം പാലിച്ചതിന് 500 പൈസ നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നിയമം പാലിക്കുന്ന എന്തിനാണ്? ഒരു പ്രതിഫലമോർത്തല്ല, ഒരു ശിക്ഷ ഭയന്ന്. പക്ഷേ ഇവിടെ വിപരീതമാണ്. ഇവിടെ നേരെ വിപരീതം പറയുകയാണ്. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവൻ്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കണം. സന്തോഷചിത്തരായി നമ്മൾ ന്യായപ്രമാണം പാലിക്കുക. കുല ചെയ്യാതിരിക്കുന്നു സന്തോഷത്തോടെ, തെറ്റുകൾ പറയാതിരിക്കുന്നു സന്തോഷത്തോടെ, ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ടാകരുത് എന്ന പ്രമാണം സന്തോഷത്തോടെ അനുസരിക്കുന്നു, മാതാപിതാക്കളെ ബഹുമാനിക്കുന്നു സന്തോഷത്തോടെ. അപ്പോൾ ജീവിതത്തിൽ ഉടനീളം ഈ ന്യായപ്രമാണത്തെ ഉൾക്കൊണ്ടു പോകുന്ന ഉയർന്ന മാനസികാവസ്ഥ അത് നിർവഹിക്കുന്ന ആളിനെ നീതിമാൻ എന്നിവിടെ വചനം ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇവിടെ വിരുദ്ധ ധ്രുവങ്ങളിൽ ചില കഥാപാത്രങ്ങളെ കാണുന്നു. 1 ദുഷ്ടൻ, 2 പാപി, 3 പരിഹാസി. ഇത് പരസ്പര പൂരകങ്ങളാണെന്ന് തോന്നുന്നു. കാരണം ദുഷ്ടനിൽ പാപി കൂടിയുണ്ട്, പാപിയിൽ ദുഷ്ടനുമുണ്ട്, അവനിൽ പരിഹാസിയുണ്ട്. അവൻ്റെ പ്രവണതകൾ അതിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് അതിൻ്റെ റേഷ്യോ കുറഞ്ഞും കൂടിയുമൊക്കെ ഇരിക്കും. പക്ഷേ അടിസ്ഥാനപരമായി പാപം എന്ന യാഥാർത്ഥ്യത്തിൽ അന്തർലീനമായി അവൻ കിടക്കുകയാണ്. ഇപ്പുറത്ത് നീതിമാൻ, അതിനൊറ്റ വേടയുള്ളൂ, പകരം മറ്റൊരു പദവും ഇവിടെ ഉപയോഗിക്കുന്നില്ല. നീതിമാനും പാപിയും തമ്മിലുള്ള ഒരു സംഘട്ടനം, അത് ആശയ സംഘട്ടനമാണ്. ആശയ സംഘട്ടനം സ്വഭാവങ്ങളുടെ സംഘട്ടനമാണ്. അത് മഹിമയുടെ അതിൻ്റെ തലങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു വ്യക്തിത്വം, ഏറ്റവും മനോഹരമായ, മഹനീയമായ, ഉന്നതമായ ജീവിത മൂല്യങ്ങളെ സൂക്ഷിക്കുന്ന ഒരാൾ. അപ്പുറത്ത് അധമമായ ചിന്ത, അധമമായ പ്രവൃത്തി, നന്മ ചെയ്യുന്നവനെ കണ്ട് പരിഹസിക്കുന്ന പരിഹാസബോധത്തിൻ്റെ ഒരു അധമ മനസ്സ്, ആ മനസ്സും തമ്മിലുള്ള സംഘർഷം. ഈ സംഘർഷങ്ങളുടെ ലോകത്താണ് നമ്മളായിരിക്കുന്നത്. അതിൻ്റെ ഇടയിൽ നമുക്ക് മുമ്പിൽ ദുഷ്ടൻ ഒരാലോചന പറഞ്ഞു തരികയാണ്. ദുഷ്ടൻ്റെ ആലോചന കുശാഗ്രബുദ്ധിയുടേതാണ്. അത് ഷോർട്ട് കട്ടുകൾ എടുക്കാനുള്ളതാണ്. അത് കൈക്കൂലി കൊടുക്കാനും വാങ്ങാനുമുള്ളതാണ്. ആ ആലോചന അപരനെ കീഴ്മറിക്കാനുള്ളതാണ്. ആ ആലോചനയ്ക്കുള്ളിൽ ബുദ്ധി എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന അടിയൊഴുക്കുകളെ എങ്ങനെ തങ്ങൾക്ക് അനുകൂലമാക്കാം എന്ന് ചിന്തിക്കുന്ന തന്ത്രജ്ഞതയുടേതാണ്. ആ വഴി തിരഞ്ഞെടുത്താൽ കുറേ നാൾ നമ്മൾ വിജയിക്കും. നമ്മളത് ഏറ്റവും ശ്രേഷ്ഠമായി കരുതും. അത്തരം കുശാഗ്രബുദ്ധി ഉണ്ട് തനിക്ക് എന്നതിൽ നമ്മുടെ അഹന്ത വർദ്ധിച്ചുകൊണ്ടിരിക്കും. ആ വഴി യഹോവയ്ക്ക് വെറുപ്പാകുന്നു. അതുകൊണ്ടാണ് രാഷ്ട്രീയ രംഗത്തുമൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് ആത്മീക ലോകത്തുനിന്ന് അത്തരമൊരു സാന്നിധ്യം ഉണ്ടാകുന്നതിൽ അപകടം പതിയിരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നത്. ഏതെങ്കിലും ഒരു അധികാരസ്ഥാനത്തെത്താൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യം സാധിച്ചു കിട്ടാൻ വളഞ്ഞ വഴിയിലൂടെ പോയി സാധിക്കുമ്പോൾ കിട്ടുന്ന ഒരു മാനസിക സുഖം, അതല്ല ലഭിക്കാത്ത ഒരു നന്മ ദൈവത്തിൻ്റെ വഴിയിലൂടെ നമുക്ക് ലഭിക്കുമ്പോൾ കിട്ടുന്നു എന്നതാണ് സത്യത്തിൽ ഭക്തനെ ചാരിതാർത്ഥ്യജനകമായ അനുഭവത്തിലേക്ക് നയിക്കേണ്ടത്. ഞാൻ വ്യാപാരം ചെയ്തു, ആർക്കും കിട്ടുന്നതിലും അധികം ലാഭം കിട്ടത്തക്ക വിധം ഞാൻ എൻ്റെ ബുദ്ധിയും എൻ്റെ കർമ്മശേഷിയും എൻ്റെ കാര്യക്ഷമതയും ഞാൻ വിനിയോഗിച്ചു. അത് തെറ്റല്ല. പക്ഷെ അതിലും ആഹ്ലാദമാണ് അനർഹമായ ഘട്ടത്തിൽ ദൈവത്തിൻ്റെ വഴികൾ എനിക്കായി തുറന്നപ്പോൾ കിട്ടിയ ആ നന്മയുടെ സായുജ്യം. അതാണ് ഇവിടെ വിശദമാക്കുന്നത്. നമ്മുടെ ബുദ്ധിയും നമ്മുടെ കുശാഗ്രമായ ആ ബുദ്ധിയുടെ ചോദ്യോപകാരങ്ങളും പ്രചോദനങ്ങളും അപ്രസക്തമാകുന്ന ഒരു കാലം വരും. നമ്മെക്കാൾ ആ ബുദ്ധിയുള്ളവൻ അപ്പുറത്തുണ്ടാകും. ഇത്തരം ബുദ്ധിയുടെ മണ്ഡലങ്ങൾ നമ്മെ നയിക്കുന്ന വഴി ഒരിക്കലും നേരായ വഴിയായിരിക്കില്ല. ലാഭങ്ങളുടെ കണക്കാകുമാകെ ആത്യന്തികമായൊരു നഷ്ടം നിങ്ങളെ കാത്തിരിക്കുന്നു, എന്നെ കാത്തിരിക്കുന്നു. അതുകൊണ്ട് വചനം
ഒരു മുന്നറിയിപ്പ് തന്നുകൊണ്ട് തുടങ്ങുകയാണ്. ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കാതെ, പാപിയുടെ വഴിയിൽ നിൽക്കാതെ. പാപിയുടെ വഴി അധമമായ വഴിയാണ്, ദുർഘടം നിറഞ്ഞ വഴിയാണ്. സുഖമെന്ന് തോന്നുന്ന പാതയാണെങ്കിലും മ്ലേച്ഛത നിറഞ്ഞ ചെളിക്കുണ്ടിലൂടെയാണ് ആ യാത്ര. ആ വഴി തിരഞ്ഞെടുക്കാതെ മറ്റൊരു വഴി അപ്പുറത്ത് വച്ചിരിക്കുക. ഞാൻ തന്നെ വഴി, സത്യം, ജീവൻ. ഈ 3 പദങ്ങളും ഇപ്പോൾ പറഞ്ഞ 3 പദങ്ങൾക്ക് വിപരീതമായി മാറുന്നു. ആലോചന, വഴി, ഇരിപ്പിടം, 3 ഇടങ്ങൾ. ദുഷ്ടനും അതുപോലെ പരിഹാസിയും പാപിയും ഒരുപോലെ പ്രതികരിക്കുന്ന 3 ഇടങ്ങളെ ചൂണ്ടിക്കാട്ടി അതിന് വിപരീത ദിശയിൽ ഇതിനെല്ലാം പരിഹരിക്കാൻ കഴിയുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രഖ്യാപനം, ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ഈ 3 വാക്യങ്ങളുടെ കടം യേശു കൊടുത്തു തീർക്കുകയാണ് കാൽവറിയിൽ. പാപത്തിൻ്റെ, ദുഷ്ടൻ്റെ ആലോചനയുടെ വഴിക്കും പാപിയുടെ വഴിയിൽ നിന്നതിൻ്റെ പ്രതിസന്ധിയുടെയും അതുപോലെ പരിഹാസിയുടെ ഇരിപ്പിടങ്ങൾ ഉണ്ടാക്കിയെടുത്ത അപജയങ്ങളുടെയും പ്രതിസന്ധികളെ മുഴുവൻ കാൽവരിയുടെ കൊലമരത്തിൽ തീർത്ത നീതിമാനായവനെക്കുറിച്ചുള്ള ആ ഓർമ്മകൾ നമുക്കെന്നും ആവേശമായിരിക്കട്ടെ. അവനിൽ നാം പ്രിയം വെക്കുമ്പോൾ, അവനിൽ നമ്മുടെ ഏകാഗ്രതയും ശ്രദ്ധയും കേന്ദ്രീകരിക്കുമ്പോൾ നമുക്കവൻ്റെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് രാപ്പകൽ ധ്യാനിക്കാൻ സാധിക്കും. പുതുനിയമഭക്തനെ സംബന്ധിച്ചോളം അവൻ ധ്യാനിക്കേണ്ട ന്യായപ്രമാണം ഏതാണ്? അത് യേശു തന്നെയാണ്. അതെങ്ങനെ യേശു ന്യായപ്രമാണമാകുന്നത്? പറയാം. ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ ചെയ്യുവാൻ മനുഷ്യപുത്രൻ വരികയാണ്. ന്യായപ്രമാണം ചോദിച്ച പാപശിക്ഷയുടെ മുഴുവൻ കടങ്ങളും കൊടുത്ത് ന്യായപ്രമാണം അവിടുത്തെ ജീവിതത്തിൽ നിവൃത്തിയായപ്പോൾ ഇവിടെ ഇതാ ന്യായപ്രമാണത്തിലും വലിയവൻ. ആ യേശുവിൽ സന്തോഷിച്ച്, യേശുവിൽ ആശ്രയിച്ച് അവിടുത്തെ വഴികളിലും പ്രകാരം നടക്കുന്ന മനുഷ്യനെക്കുറിച്ച് പറയുകയാണ്. അല്ലയോ മനുഷ്യ, നീ ഭാഗ്യകരമായ ഒരവസ്ഥാവിശേഷത്തെ ഇത് അഭിമുഖീകരിച്ചിരിക്കുന്നു. നമുക്ക് രൂത്തിൻ്റെ പുസ്തകത്തിൽ ഇങ്ങനെ വളരെ രസകരമായൊരു കാഴ്ച കാണാം. രൂത്തിനെക്കുറിച്ചുള്ള ആ പ്രമേയം പഠിക്കുക. അവരുടെ എല്ലാ നേട്ടങ്ങളുടെയും പിന്നിൽ, അവരുടെ മുന്നേറ്റങ്ങളുടെ പിന്നിൽ യേശുവിൻ്റെ വലിയമ്മച്ചിയായി വംശാവലി പട്ടികയുടെ ഉള്ളിൽ സ്ഥാനം പിടിക്കത്തക്ക നിലയിൽ ആ സ്ത്രീ വളരുന്നത് എങ്ങനെയാണ്? ഞാൻ പറയും, ആ പുസ്തകത്തിൻ്റെ മുഴുവൻ കഥാഗതിയെ നിയന്ത്രിക്കുന്ന ഒരു പദം ആ പുസ്തകത്തിലുണ്ട്. ഭാഗ്യവശാൽ. ഭാഗ്യവശാൽ അവൾ ബോവസിൻ്റെ വയലിൽ. മറിയുടെ ജീവിതത്തിലും അങ്ങനെയാണ്. കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. ഭാഗ്യവും കൃപയും പരസ്പരം അനുരാഗം ചെയ്യുന്ന 2 പദങ്ങളാണ്. ഏതാണ്ട് ഒരേ അർത്ഥം തന്നെ വ്യവഹരിക്കാൻ പറ്റുന്ന 2 പദങ്ങൾ. മറിയയ്ക്ക് കൃപ ലഭിക്കുന്നു. അതുപോലെ നമുക്ക് കാണാം ഭാഗ്യവശാൽ ബോവസിൻ്റെ വയലിലെത്തുന്ന രൂത്തിനെ. ആ വഴിയിലൂടെ ചരിച്ച് അവർ രണ്ടാളും യേശുക്രിസ്തുവിൽ ചെന്നെത്തുന്നു. അനേകർ ആ വഴി തന്നെ തിരഞ്ഞെടുക്കുന്നു. നമ്മൾ യൂദായുടെ ലേഖനം 11-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ കയീൻ്റെ വഴിയെക്കുറിച്ച് പറയുന്നു. കയീൻ്റെ വഴി. കയീൻ്റെ വഴി എവിടെ ചെന്നു എന്ന് നമ്മൾ കണ്ടു. കയീൻ ഒരു പട്ടണം പണിയുന്നു. അതിന് ഹാനോക്ക് എന്ന് പേരിടുന്നു. കയീൻ്റെ തലമുറയിൽ 7-ാമനായി ലാമേക്ക് എന്നൊരു പുരുഷൻ ജനിക്കുന്നു. അവൻ 2 ഭാര്യമാരെ എടുക്കുന്നു. ഒടുവിൽ ലാമേക്കിൻ്റെ നഗരവും ലാമേക്ക് പടുത്തുയർത്തിയ ഹാനോക്ക് എന്ന പേരിൽ കയീൻ പടുത്തുയർത്തിയ നഗരവും ലാമേക്കിലൂടെ ഉണ്ടായ ബഹുഭാര്യത്വവും അവരിലൂടെ ഉണ്ടായ സംസ്കാരവും ചരിത്രത്തിൻ്റെ ഭാഗമായി മണ്ണ് അടരുകളിലേക്ക് പൂണ്ടുപോയപ്പോൾ ഹാബേൽ എന്ന നീതിമാൻ്റെ വഴി വിജയിക്കുന്ന കാഴ്ച കാണാം. ചുരുക്കത്തിൽ സങ്കീർത്തനം ആദ്യ പുസ്തകവും ഉൽപ്പത്തിയിലെ പ്രമേയവും തമ്മിലുള്ള ആ ഇഴയടുപ്പം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. വിശുദ്ധ ബൈബിൾ ആരംഭിക്കുന്ന ഇടത്ത് നീതിമാനായ ഒരു ഹാബേലിനെ കാണാം. അവൻ മരിച്ചിട്ടും അവൻ്റെ രക്തം ദൈവത്തോട് സംസാരിക്കുന്നു. മരണാനന്തരം ഇതാ ഹാബേലിന് പകരം ഒരു പുത്രൻ ലഭിക്കുന്നു, ശേത്ത്. ശേത്തിലൂടെ ഒരു ശരിയായ ആത്മനിറവിൻ്റെ തലമുറ രൂപപ്പെട്ട് നോഹയിലൂടെ വികാസം പ്രാപിച്ച് മുന്നേറുന്നു. അബ്രഹാമിലൂടെ കടന്ന്, ദാവീദിലൂടെ കടന്ന്, ബാബേൽ പ്രവാസങ്ങളെ താണ്ടി ആ തലമുറ ക്രിസ്തുവിൽ ചെന്നെത്തുന്നു. നിങ്ങളെന്താണ് കണ്ടത്? നീതിമാൻ്റെ വഴിക്ക് അവസാനമില്ല. അത് ആദ്യം ചെറുത് എന്ന് തോന്നിയാലും അതിൻ്റെ അന്തം വിശാലമാണ്. ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തെ കൺപാർത്താണ് നീതിമാൻ്റെ യാത്ര. ദുഷ്ടൻ ആ ആലോചന കെട്ടവർക്ക് എന്ത് ഭവിക്കും എന്ന് പറയുകയാണ്.
നീതിമാനെക്കുറിച്ച് പറയുന്ന ഈ ഭാഗത്തിന് തത്തുല്യമായി സങ്കീർത്തനത്തിൻ്റെ 104:16 ഇരമ്യ 11:7-8 വാക്യങ്ങളിലും ഒക്കെ നിങ്ങൾക്ക് കാണാം തത്തുല്യമായ അനവധി ആലോചനകൾ. ഇരമ്യ 17:7-8 ഭാഗങ്ങളിൽ എങ്ങനെയാണ് നീതിമാൻ്റെ സവിശേഷതകൾ പറയുകയാണ്. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നത്, തക്ക കാലത്ത് ഫലം കായ്ക്കുന്നത്, ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. ദുഷ്ടൻ അങ്ങനെയല്ല. അവൻ്റെ സവിശേഷത, ആ സവിശേഷത പറഞ്ഞുകൊണ്ട് നരകത്തീയുടെ നിതാന്തമായ ആ പീഡയുടെ ഒരു സൂക്ഷ്മദർശനം നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. അവർ കാറ്റുപാറ്റുന്ന പതിർ പോലെയത്രേ. കാറ്റുപാറ്റുന്ന പതിര്, നെല്ലും പതിരും ഒരുമിച്ച് കിടക്കുന്ന ഇടത്ത് ശക്തമായ കാറ്റ് വീശുമുറം കൊണ്ട് വീശി അല്ല പ്രകൃതിദത്തമായ കാറ്റ് വരുന്നു, പതിര് പറക്കുന്നു. പതിരൊടുവിൽ അപ്പുറത്തെ തീക്കുണ്ടത്തിൽ ചെന്ന് വീണ് സ്വയം ഇല്ലാതായിത്തീരുന്നു. ഇതേ വിധത്തിൽ ദുഷ്ടൻ്റെ പതനം ഇവിടെ പ്രവചിക്കുകയാണ്. അവസാന വാക്യത്തിലേക്ക്, യഹോവ നീതിമാന്മാരുടെ വഴിയറിയുന്നു, ദുഷ്ടന്മാരുടെ വഴിയോ നാശകരം. ഇത് തിരുവെഴുത്തിൻ്റെ തന്നെ ആത്യന്തിക സന്ദേശമാണ്. ബൈബിളിൻ്റെ തന്നെ ഉള്ളടക്കമാണ് ഈ പറഞ്ഞു വരുന്നത്. ചുരുക്കത്തിൽ മുഴു ബൈബിളിൻ്റെയും ഉള്ളടക്കം 6 വാക്യങ്ങൾ കൊണ്ട് സംക്ഷേപിച്ചിരിക്കുന്ന ഒരു ചെറിയ ഗാനം. ചിലപ്പോഴൊക്കെ നമുക്ക് ഒരു പുസ്തകത്തെ ഒരു മഹാകാവ്യമാക്കി മാറ്റേണ്ടി വരുന്നു. ശ്രീയേശു വിജയം ഇങ്ങനെ കാവ്യമുണ്ടല്ലോ, പുത്തൻകാവ് മാത്തൻ തരകൻ്റെ. അത് ഒരു നീണ്ട കാവ്യമാണ്. എത്ര വരികൾ അതിന് അനിവാര്യമായിരിക്കുന്നു. അത് ബൃഹത്തായ ചിന്തയെ മുഴുവൻ എഴുതി കവിഭാവനയ്ക്കും സാഹചര്യങ്ങൾക്കും അനുസരിച്ച് വിപുലമാക്കുമ്പോൾ ഇതാ 66 പുസ്തകങ്ങളുടെ ഉള്ളടക്കത്തെ മുഴുവൻ 6 വാക്യങ്ങളിലേക്ക് ആറ്റിക്കുറുക്കി സംക്ഷേപിച്ച് ഒരു ഒന്നാം സങ്കീർത്തനം. ഇന്ന് ഈ സങ്കീർത്തനം ധ്യാനിക്കുക വഴി ഒരു കാര്യം ഉറപ്പാക്കുക, നമ്മൾ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി, നമ്മുടെ മുമ്പിലെ പാത, അത് നിഷ്കളങ്കതയുടെ, അത് സഹനത്തിൻ്റെ, സഹിഷ്ണുതയുടെ, കർത്താവ് കാട്ടിത്തന്ന മാതൃകാ നിർഭരമായ ഒന്നായിത്തീരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. ക്രൂശ് ചുമക്കുന്ന ശിമയോനിലൂടെ, തന്നെ ബാല്യത്തിലെ വന്ന് നാഥ എന്ന് വിളിക്കുന്ന പ്രായമുള്ള ശിമയോൻ എന്ന മനുഷ്യനിലൂടെ, തൻ്റെ വസ്ത്രാഞ്ചലം തൊടുന്ന കർത്തൃദാസിയായ മഗ്ദലന മറിയയിലൂടെ, തന്നെ വിട്ടുപിരിയാത്ത സ്വന്തം മാതാവായ മറിയയിലൂടെ, അരികത്തുനിന്ന് മാറാത്ത യോഹന്നാനിലൂടെ നീതിമാൻ്റെ വഴി പുരോഗമിക്കുകയാണ്. ആ വഴി അടയ്ക്കാൻ ആർക്കും സാധിക്കില്ല. ആ വഴിയിലൂടെയാണ് ചരിത്രത്തിൽ ഇന്നോളം ദൈവസഭ യാത്ര ചെയ്തു വന്നത്. 10 റോമൻ ചക്രവർത്തിമാർ 300 കൊല്ലം നീണ്ടുനിന്ന കഠിന പീഡനങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് ആ വഴിക്ക് മുമ്പിൽ ദുർഘടങ്ങളെ സൃഷ്ടിക്കാൻ ശ്രമിച്ചപ്പോഴൊക്കെ വചനം പറയുന്നു, നീതിമാൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നത്, തക്കകാലത്ത് ഫലം കായ്ക്കുന്നത്, ഇല വാടാത്ത വൃക്ഷം. പലപ്പോഴും ഈ വൃക്ഷത്തിൻ്റെ പ്രസരിപ്പ് ആ ഇലയെ വാട്ടിക്കളയുന്ന എത്ര അനുഭവങ്ങൾ ജീവിതത്തിൽ വന്നു. കടുത്ത പട്ടിണിയുടെ, ജീവിത ദുരിതങ്ങളുടെ, ജീവിത തകർച്ചകളുടെ, നഷ്ടങ്ങളുടെ ഒരു വല്ലാത്ത കണക്ക് കാട്ടി ദുഷ്ടനായവൻ നമുക്ക് ആലോചന പറഞ്ഞു തന്നു. ഈ വഴി കളയണമേ, ഈ വഴി ശരിയല്ല, ഇതാ ഞങ്ങളൊക്കെ പോയ വഴി നോക്ക്. അപ്പോഴൊക്കെ ഓർക്കണം, ദുഷ്ടൻ്റെ ആലോചന ഏറ്റെടുക്കരുത്, ആ വഴി പോകരുത്. പക്ഷേ തോറ്റുകൊടുക്കാത്ത ഒരു മുഖം, കീഴടങ്ങാത്ത ഒരു ശിരസ്, ഈ ശിരസ് കുനിയുന്നെങ്കിൽ നീതിമാൻ്റെ ശിരസ് കുനിയുന്നത് ദൈവസന്നിധിയിലാണ്. നീതിമാൻ്റെ കണ്ണീര് വീഴുന്നത് പ്രാർത്ഥനാമുറിയിലാണ്. ആ കണ്ണീരിൻ്റെ ജയം കൊണ്ട് സുഖമുള്ള അനവധി പ്രതിസന്ധികളെ താണ്ടി നാം ഇവിടെ വരെ വന്നു. യഹോവയിൽ ആശ്രയിക്കുന്നവൻ ഒരു നാളും കുലുങ്ങാത്ത സിയോൻ പർവ്വതം പോലെയാകുന്നു. നിലപാടുകളുടെ, ചങ്കുറപ്പിൻ്റെ, കരുത്തിൻ്റെ സന്ദേശം പകരുന്ന ഈ ഉജ്ജ്വല സന്ദേശം 1-ാം സങ്കീർത്തനം വഴി നമുക്ക് ദൈവപുരുഷൻ നൽകുമ്പോൾ പലപ്പോഴും ദാവീദിൻ്റെ ജീവിതത്തിൽ അത് അന്വർത്ഥമായ എത്രയെത്ര ഘട്ടങ്ങൾ കണ്ടു. തോറ്റുതുന്നം പാടിപ്പോകേണ്ടതിന് എത്രയോ അനുഭവങ്ങൾ നമ്മൾ അദ്ദേഹത്തിൽ കാണുകയാണ്. കാട് സൃഷ്ടിച്ച പ്രതിസന്ധി, വീട് സൃഷ്ടിച്ച അന്യഥാബോധം, തെരുവ് സൃഷ്ടിച്ച ഗോലിയാത്തിൻ്റെ വെല്ലുവിളി, വിജയം വരിച്ചു വരുമ്പോൾ ശൗല് സൃഷ്ടിച്ച അസൂയയുടെ ബോധം കൊണ്ട് ഉരുക്കിക്കളയുന്ന കുശാഗ്രബുദ്ധികൾ പിന്തുണയ്ക്കുന്ന ഒരു അരക്ഷിതാവസ്ഥയുടെ അന്തരീക്ഷങ്ങൾ, സ്വന്തം കിടപ്പറയിലേക്ക് വരുമ്പോൾ മീകളിനെപ്പോലെയുള്ള ആരാധനയിൽ താല്പര്യമില്ലാത്ത ഒരു സ്ത്രീയെ സഹിക്കേണ്ടി വരുന്ന ജീവിത ദുര്യോഗങ്ങൾ, ഒടുക്കം മക്കളുടെ കാലമെത്തുമ്പോൾ മക്കൾ തിരിഞ്ഞ് ആക്രമിക്കുന്നു, മക്കളുടെ മുമ്പിൽ നിന്ന് ഓടി രക്ഷപ്പെടേണ്ട സ്ഥിതിവിശേഷങ്ങൾ, സ്വന്തം പ്രവൃത്തി കൊണ്ട് ഊരിയാവിനെ കൊലപ്പെടുത്തി തൻ്റെ ജീവിതത്തിൽ വന്നു ഭവിക്കുന്ന ആത്മസംഘർഷങ്ങളുടെ ഘട്ടങ്ങൾ. അങ്ങനെ സ്വന്തം ചെയ്തുകൊണ്ടും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടും ദാവീദ് എന്ന മനുഷ്യൻ കടന്നുപോയ വഴിത്താരയിൽ അദ്ദേഹം ഒരു ഗവേഷണം ചെയ്യുകയാണ്.
അദ്ദേഹം ജീവിതം കൊണ്ട് അന്വേഷണം നടത്തുകയാണ്. ആ അന്വേഷണങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ഒടുവിൽ താൻ വിരചിക്കുന്ന സങ്കീർത്തനങ്ങളിലൂടെ തൻ്റെ സ്വന്തം അനുഭവങ്ങൾ ഒരിക്കൽ കൂടി നിലകൊള്ളുന്നു. ഈ വഴികാട്ടിയായി തന്നോടുകൂടെ ഇരുന്ന യേശുവിനെ അദ്ദേഹം കാണുന്നു. അതുകൊണ്ടാണ് പറയുന്നത്, കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളിച്ചെയ്യുന്നത്, ഞാൻ നിൻ്റെ ശത്രുക്കളെ നിൻ്റെ പാദപീഠമാക്കുവോളം നീ എൻ്റെ വലത്തുഭാഗത്തിരിക്കുക. ക്രൂശിക്കപ്പെട്ടവനെ നോക്കി ജയമെടുത്ത യാത്ര ദാവീദ് നമുക്ക് ആത്മാവിൽ കാട്ടിത്തന്നെങ്കിൽ ഇതാ അക്ഷരാർത്ഥത്തിൽ നമുക്കും പുതുനിയമവിശ്വാസികളായ നമുക്ക് ഒരു യാത്ര അവൻ വച്ചിരിക്കുന്നു. ആ വഴി രണ്ടായി പിരിയുന്നു. നമ്മുടെ ജീവിതയാത്രയുടെ വഴി രണ്ടായി പിരിയുന്നു. ഒന്ന് ദുഷ്ടൻ പറഞ്ഞു തരുന്ന വല്ലാത്ത ആലോചനയുടെ വഴി, പാപിയുടെ ഇരിപ്പിടമുള്ള വഴി, പരിഹാസികൾ നിലകൊള്ളുന്ന വഴി, പാപിയുടെ ദുഷ്ടവാക്കുകളുടെ വഴി, ഏറ്റുമുട്ടലുകളാൽ സ്വയം പിടിച്ചു വാങ്ങിയ ലാഭക്കണക്കുകളുടെ വഴി, 30 വെള്ളി നാണയത്തിൻ്റെ വഴി, അനീതിയുടെ കൂലി കൊതിക്കുന്ന അത്തരം വഴികൾ, അവരൻ്റെ സ്വൈര്യങ്ങളെ സ്വന്തം ജീവിതത്തിലേക്ക് ശേഖരിച്ചെടുത്തുകൊണ്ടുവരുന്ന അന്യായങ്ങളുടെ വഴി. നമുക്ക് പറയാം, വെടിപ്പുള്ള കരത്തോടെ, ശുദ്ധ ഹൃദയത്തോടെ, നിഷ്കളങ്ക മനസ്സോടെ സേവിക്കാൻ കൊള്ളാവുന്ന നല്ല കർത്താവിനെ എന്നും സേവിച്ച് ജയം വരിപ്പാൻ ഈ വചനം കേൾക്കുന്ന ഏവർക്കും അത്യുന്നതൻ കാരുണ്യം നൽകട്ടെ. അവിടുത്തെ കരുണാകടാക്ഷങ്ങൾ നമ്മുടെ മീതെ ഇരിക്കട്ടെ. ഈ വചനം ആശ്വാസവും സന്തോഷമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഉപസംഹരിക്കുന്നു. കർത്താവിൻ്റെ നാമം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ.